കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്ത ശേഷം ഷിയു നേരെ പോയത് ഹൂഷുവിൻ്റെ അടുത്തേക്കായിരുന്നു. അവളെ പരിക്കുകൾ പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയായിരുന്നല്ലോ. അവൻ ചെല്ലുമ്പോഴേക്കും അവൾ ഉറക്കമായിരുന്നു. അവളെ ഉണർത്താതെ തന്നെ അവൻ അവളുടെ അടുത്ത് പോയിരുന്ന് വാത്സല്യത്തോടെ നെറ്റിയിലൊന്ന് തലോടുകയും അവളുടെ പരിക്കുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അവൾ ഉണരുന്നുണ്ട്. അവനെ കണ്ടപ്പോൾ അവനോടുകൂടി അടുത്ത് വന്ന് കിടക്കാൻ അവൾ ആവശ്യപ്പെടുന്നു. അവൾക്കിങ്ങനെ സുഖമില്ലാതിരിക്കുന്നതുകൊണ്ട് ഷിയു സമ്മതിക്കുന്നില്ല. പക്ഷേ അവൾ കുറേ നിർബന്ധം പിടിച്ചപ്പോൾ അവനും അവൾക്കൊപ്പം കയറി കിടക്കുന്നു. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങളെല്ലാം സോൾവ് ആയതിൻ്റെ ആശ്വാസത്തിലാണ് രണ്ടുപേരും. അതിൻ്റെ സന്തോഷത്തിൽ ഹൂഷു ഇടയ്ക്ക് അവൻ്റെ കഴുത്തിലൊന്ന് കിസ് ചെയ്യുന്നു. അവൻ തിരിച്ച് അവളുടെ ചുണ്ടിലും കിസ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും കൂടി അവിടെ അങ്ങനെ കിടന്നുറങ്ങുന്നു. ഷീവിൻ്റെ അച്ഛൻ്റെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ടുള്ള ന്യൂസ് അടുത്ത ദിവസം തന്നെ പബ്ലിഷ് ആവുന്നു. ഷീനിൻ്റെ അച്ഛനാണ് അന്ന് ആ ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ അങ്ങനെയുള്ള പിഴവുകൾ വരുത്തിയത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിൻ്റെ ന്യൂസും അതോടൊപ്പം തന്നെ വരുന്നുണ്ട്. അങ്ങനെ ഷീവിൻ്റെയും അവൻ്റെ അച്ഛൻ്റെയും പേരിൽ കഴിഞ്ഞ 20 വർഷങ്ങളായിട്ടുള്ള ആ കുറ്റം ഇപ്പോൾ സോൾവ് ആയിരിക്കുകയാണ്. അവൻ്റെ കമ്പനിയിലെ സ്റ്റാഫും ഈ ന്യൂസ് കാണുന്നുണ്ട്. എല്ലാവർക്കും ഇപ്പോഴാണ് ആശ്വാസമാവുന്നത്. അപ്പോഴേക്കും ഷോയുവാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് തങ്ങളോട് പ്രോജക്റ്റുകൾ വേണ്ട എന്ന് മുമ്പ് ആവശ്യപ്പെട്ടിരുന്ന കമ്പനികളെല്ലാം ഇപ്പോൾ ന്യൂസ് റിലീസായതോടെ വീണ്ടും പ്രോജക്റ്റുകൾ കണ്ടിന്യൂ ചെയ്യാനുള്ള താല്പര്യം അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും ഫ്രീ ടൈമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എല്ലാവരും ആ ജോലിയുടെ തിരക്കുകളിലായിക്കൊള്ളാൻ സന്തോഷത്തോടെ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷീവിനെതിരായി ഷിൻ ചാർജ് ചെയ്തിരുന്ന കേസും പിൻവലിച്ചിരിക്കുകയാണ്. അവൻ നേരിട്ട് സ്റ്റേഷനിൽ പോയി താനാണ് അങ്ങനെ ആ ഡോക്യുമെൻ്റ് പബ്ലിഷ് ചെയ്തെന്ന് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു എന്നുള്ള കാര്യവും ഷോയുവൻ അവരെ അറിയിക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം സോൾവായി അച്ഛൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കപ്പെട്ട വിവരം പറയാനായി ഷിയു അച്ഛൻ്റെ കല്ലറയിലേക്ക് പോകുന്നു. അവൻ അവിടെ ഇരിക്കുന്ന സമയത്ത് അവൻ്റെ അമ്മയും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവർ ആദ്യമായിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. ഷിയു അങ്ങോട്ട് പോയിരിക്കുകയാണ് എന്ന് ഹൂഷുവാണ് അമ്മയോട് പറഞ്ഞത്. അതുകൊണ്ടാണ് അമ്മയെ അങ്ങോട്ട് ഇപ്പോൾ തന്നെ വന്നിരിക്കുന്നത്. അന്നത്തെ അപകടത്തിന് ശേഷം ആ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ ധൈര്യമില്ലാതെ പെട്ടെന്ന് മറ്റൊരു വിവാഹം കഴിച്ചതിനും അവനെ തനിച്ച് ഇതെല്ലാം നേരിടാൻ വിടേണ്ടി വന്നതിനുമൊക്കെ അമ്മ അവിടെ വെച്ച് അവനോട് സോറി പറയുന്നുണ്ട്. അതുപോലെ തന്നെ അന്ന് തന്നെ ഷീനിൻ്റെ അച്ഛൻ്റെ ഭാഗത്തെ കുഴപ്പങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നതാണല്ലോ. എന്നിട്ടും സത്യം അവരോട് തുറന്നു പറയാതിരുന്നതിനും ഒറ്റയ്ക്ക് ഇതെല്ലാം ഫേസ് ചെയ്തതിനും അവനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇടയ്ക്ക് വെച്ച് ഇതിൽ നിന്ന് പിന്മാറാതെ ധൈര്യപൂർവ്വം ഇവിടെ വരെ എത്തി അച്ഛൻ്റെ നിരപരാധിത്വം തെളിയിച്ചതിന് അവനെ അഭിനന്ദിച്ചുകൊണ്ട് അവർ കെട്ടിപ്പിടിക്കുന്നു. ഒരുപാട് കാലത്തിന് ശേഷമാണ് അമ്മ ഷീവിനെ അങ്ങനെ കെട്ടിപ്പിടിക്കുന്നത്. അതുകൊണ്ട് അവനും സന്തോഷത്തോടെ അമ്മയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അവിടെ നിന്ന് തിരികെ പോകുന്ന സമയത്താണ് തിരികെ അമേരിക്കയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഡിവോഴ്സ് പെറ്റീഷൻ നൽകി കഴിഞ്ഞു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇനി അമേരിക്കയിൽ പോയി കഴിയാനാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അമ്മ അവരോട് പറയുന്നത്. എന്തായാലും അമ്മ തനിച്ച് പോകണ്ട, താൻ കൂടി അമ്മയെ കൊണ്ടുവിടാനായി അങ്ങോട്ടേക്ക് വരാമെന്ന് ഷിയു പറയുന്നു. പിന്നെ അമ്മ ഹൂഷുവിൻ്റെ കാര്യം അവനോട് ചോദിക്കുന്നുണ്ട്. ഹൂഷുവിൻ്റെ കാര്യത്തിൽ അവൻ സീരിയസ് ആണോ, ശരിക്കും അവളെയാണോ ഈ ലൈഫിൽ പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. ഷിയു അത് സമ്മതിക്കുന്നു. അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റ് ഫിക്സ് ചെയ്താൽ വന്ന് വിവാഹം നല്ല രീതിയിൽ നടത്തി കൊടുക്കാമെന്ന് അമ്മ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഹൂഷുവിനെയാണ്. അവളുടെ അപകടം കഴിഞ്ഞിട്ടിപ്പോൾ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും ദിവസം അവൾ റെസ്റ്റിലായിരുന്നു. ഷിയുവാണ് അവളെ കെയർ ചെയ്തത്. സാവോയ്ക്ക് തിരക്ക് കാരണം ഇതുവരെ അവളെ ഇങ്ങോട്ട് വന്ന് കാണാൻ പറ്റിയിട്ടില്ല. അവളിങ്ങനെ ആയതിനാൽ ഹൂഷുവിനും അങ്ങോട്ടേക്ക് പോകാനും പറ്റിയിട്ടില്ല. ഇപ്പോൾ ഒരുവിധം ഓക്കെ ആയി കഴിഞ്ഞു. അതുകൊണ്ട് അടുത്ത ദിവസം സാവോയെ കാണാൻ അവളുടെ കഫേയിലേക്ക് ചെല്ലാമെന്ന് ഹൂഷു ഫോണിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഷിയു അവൾക്കുള്ള ഫുഡുമായി അങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ ഇപ്പോഴേ അവളെ പുറത്തു വിടില്ല എന്ന് അവൻ പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇങ്ങനെ റൂമിനകത്ത് അടച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് എനിക്ക് നല്ല തടി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഡെലിവറി കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും എന്ന് ഹൂഷു അപ്പോൾ തമാശയായി പറയുന്നു. ഷിയു ഒന്ന് ചിന്തിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നിന്റെ ഡെലിവറി സമയത്തും നിന്നെ കെയർ ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്ന് അവളോട് പറയുന്നു. പക്ഷേ ഹൂഷു ഇപ്പോഴേ അതിനൊന്നും തയ്യാറായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് അമ്മയ്ക്കൊപ്പം അമേരിക്കയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവൻ അവളോട് പറയുന്നത്. ഹൂഷുവിന് അതിൽ പ്രത്യേകിച്ച് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവനും അമ്മയും കൂടി സമയം സ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിരിക്കുന്നല്ലോ. അതുകൊണ്ട് കുറച്ച് സമയം അമ്മയുടെ കൂടെ നിന്ന് കാര്യങ്ങളെല്ലാം ശരിയായ ശേഷം മാത്രം തിരികെ വന്നാൽ മതിയെന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ പോകുന്നതിന് മുമ്പ് അവളുടെ പേരൻസിനെ അത്യാവശ്യമായി മീറ്റ് ചെയ്യുന്ന കാര്യം അവൻ പറയുന്നു. അങ്ങനെ അടുത്ത് തന്നെ ഒരു ദിവസം അവൻ കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊണ്ട് അവളുടെ പേരൻസിനെ മീറ്റ് ചെയ്യാനായി അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഹൂഷു നേരത്തെ തന്നെ അവിടെ എത്തി അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കാൻ അവൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ സമ്മതിക്കുന്നില്ല. അവൻ തനിച്ചാണ് അതൊക്കെ എടുത്തത്. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഞാനിന്ന് എങ്ങനെയുണ്ട്, ഓക്കെ ആണോ എന്നൊക്കെ അവൻ അവളോട് ചോദിക്കുന്നു. അവൾ അടിമുടി അവനെ ഒന്ന് നോക്കിയ ശേഷം നല്ല സുന്ദരനായിട്ടുണ്ട് എന്ന് പറഞ്ഞ് പുകഴ്ത്തുന്നു. അവൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് അവനൊന്ന് പുതിയ ഏതോ പെർഫ്യൂമാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അതിൻ്റെ മണം പിടിക്കാനായി അടുത്തേക്ക് ചെന്ന് അവൾ അവനെ ഒന്ന് കിസ് ചെയ്യുന്നുണ്ട്. അവൻ തിരിച്ച് കിസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും മുകളിൽ നിന്ന് അവളുടെ അച്ഛൻ അവരെ വിളിക്കുന്നത് കേട്ട് രണ്ടുപേരും മാറുന്നുണ്ട്. അച്ഛൻ ഇത് വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. കാര്യങ്ങൾ കൈവിട്ട് പോകുന്നതിന് മുമ്പ് അദ്ദേഹം വിളിച്ചതാണ്. ഷിയു ആദ്യം അച്ഛനെ കാണുന്നില്ല. ഹൂഷുവാണ് അച്ഛൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് കാണിച്ചു കൊടുത്തത്. അങ്ങനെ രണ്ടുപേരും കൂടി അകത്തേക്ക് ചെല്ലുന്നു. അവിടെ നിന്ന് അച്ഛൻ അവരെ വിളിച്ചെങ്കിലും അവർ അകത്ത് ചെന്നപ്പോൾ അച്ഛൻ അവരെ സ്വീകരിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. അമ്മയാണ് അവരെ വെൽക്കം ചെയ്തത്. അവനിങ്ങനെ കുറേ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊണ്ട് വന്നതിന് അമ്മ കുറ്റപ്പെടുത്തിയപ്പോൾ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന്
അപരിചിതത്വം ഫീൽ ചെയ്യും എന്ന് ഹൂഷ് പറയുന്നതിനാൽ പിന്നെ അമ്മ അതൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അച്ഛൻ ഈ സമയം റൂമിനുള്ളിൽ നിന്ന് അവനെ എങ്ങനെ ഫേസ് ചെയ്യണം, എങ്ങനെ ചിരിക്കണം എന്നൊക്കെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ട്രയൽ എടുക്കുകയായിരുന്നു. അമ്മ വിളിച്ചപ്പോൾ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. ആദ്യം കുറച്ച് മസിലൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ഷിയുവുമായി സംസാരിക്കാൻ തയ്യാറാവുന്നു. ഷിയു തൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കുറേ കുഴപ്പങ്ങളുണ്ടായതിനും നേരത്തെ തന്നെ ഹൂഷുവിനോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയാതിരുന്നതിനും ക്ഷമ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് രണ്ടാമത്തെ ആക്സിഡൻറ്റ് സംഭവിക്കില്ലായിരുന്നല്ലോ. പക്ഷേ അദ്ദേഹം ഇപ്പോൾ കാര്യങ്ങളൊക്കെ ക്ഷമിക്കാൻ തയ്യാറായിരുന്നു. അവൻ്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ന്യൂസൊക്കെ അദ്ദേഹവും കണ്ടിരുന്നു. അതുകൊണ്ട് അവൻ്റെ ഫാമിലി ഇപ്പോൾ അക്കാര്യത്തിൽ നിരപരാധികളാണല്ലോ. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്യുന്നു. സത്യം പുറത്തു കൊണ്ടുവന്നതിന് അവനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ട്രഡീഷണൽ ആയിട്ടുള്ള ചൈനീസ് ചെസ്സ് കളിക്കാൻ അവൻ അറിയാമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. കുറച്ചൊക്കെ അറിയാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവനെ കളിക്കാനായി കൂട്ടിക്കൊണ്ട് പോകുന്നു. കുറച്ചൊക്കെ അറിയുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും കളി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഷീവിനെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. കുറേ സമയം കഴിഞ്ഞിട്ടും അവൻ തന്നെയാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്ക് അറിയില്ലെന്ന് പറഞ്ഞത് സത്യം തന്നെയാണോ എന്ന് അദ്ദേഹം സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു. അച്ഛൻ എന്നെ നന്നായി പഠിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ഇത്ര നന്നായി കളിക്കുന്നതെന്ന് പറഞ്ഞ് ഷിയു അദ്ദേഹത്തെ പുകഴ്ത്തുന്നുണ്ട്. കാര്യങ്ങളിങ്ങനെ നീണ്ടു പോകുന്നത് കാരണം ഹൂഷു കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വന്ന് അച്ഛൻ്റെ അടുത്തിരുന്ന് കണ്ണുകൊണ്ട് ഷിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. നീ ഇങ്ങനെ കളി ജയിച്ചുകൊണ്ടിരുന്നാൽ അച്ഛൻ നിന്നെ ഇന്ന് വിടാനേ പോകുന്നില്ല എന്നാണ് അവൾ പറഞ്ഞത്. അത് മനസ്സിലായതുപോലെ ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, മനഃപൂർവ്വം തോറ്റു കൊടുത്താൽ അച്ഛന് നാണക്കേടാവില്ലേ എന്ന് ഷിയു തിരിച്ചു ചോദിക്കുന്നു. നീ ഗെയിമിനുള്ളിൽ ഭയങ്കര അഭിനയമൊക്കെ കാഴ്ചവെക്കാറുണ്ടല്ലോ, അതിൻ്റെ 4 എടുത്താൽ മതി എന്നൊക്കെ ഹൂഷു വീണ്ടും പറയുന്നുണ്ട്. ഇവരിങ്ങനെ കണ്ണുകൾ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അച്ഛൻ ശ്രദ്ധിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ മാസം ഹൂഷുവിൻ്റെ റൂമിൽ അമ്മ അവളെ കാണാനായി ചെന്ന സമയത്ത് അവൾ അവിടെ ഇല്ലായിരുന്നല്ലോ എന്നുള്ള കാര്യം അച്ഛൻ ഈ സമയത്ത് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസമൊക്കെ ഹൂഷു താമസിച്ചത് ശിവൻ്റെ വീട്ടിലാണല്ലോ. ഹൂഷു ഒരു ഫ്രൂട്ട് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അച്ഛനെ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവളുടെ നെറുകിൽ കയറാൻ തുടങ്ങുന്നുണ്ട്. ഷിയു അവളെ ആശ്വസിപ്പിക്കാനേ എഴുന്നേക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അച്ഛൻ്റെ നോട്ടം കഴിഞ്ഞ് അവൻ പിന്മാറുന്നു. അവൾ അവൻ്റെ കൂടെ തന്നെ ആയിരുന്നുവെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് വിവാഹത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങുന്നു. ഷീവിനും അതിന് സംസാരിക്കുന്നതിനോട് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അവന് താല്പര്യത്തോടെ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ തയ്യാറായിരുന്നതാണ്. പക്ഷേ ആ ടോപ്പിക്ക് അവർ സംസാരിക്കാൻ ഹൂഷ് സമ്മതിക്കുന്നില്ല. അവൾ ഇടയ്ക്കേറി ഓരോന്ന് പറഞ്ഞ് ആ വിഷയം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. തനിക്ക് ബുദ്ധിമുട്ടില്ല, തനിത് സംസാരിക്കാൻ തയ്യാറാണ്, വിവാഹത്തിന് തയ്യാറാണ് എന്നൊക്കെ ഷിയു പറഞ്ഞിട്ട് പോലും അവൾ ആ ടോപ്പിക്കുമായിട്ട് മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ എനിക്കിപ്പോൾ വിവാഹത്തിന് താല്പര്യമില്ല, നമുക്കിതിനെക്കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ആ സംസാരം ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തിരികെ പോകുമ്പോൾ ഷിയോ അതിൻ്റെ വിഷമത്തിലായിരുന്നു. അവൻ അച്ഛനൊപ്പം കുറേ മദ്യപിച്ചിരുന്നതിനാൽ ഹൂഷുവാണ് ഡ്രൈവ് ചെയ്ത് അവനെ കൊണ്ടുവിടാനായി പോയത്. വണ്ടിയിൽ വെച്ചൊന്നും ഷിയോ അവളോട് സംസാരിക്കുന്നതേ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൻ്റെ പിണക്കത്തിൻ്റെ കാരണം എന്താണെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അവനെ ഡ്രോപ്പ് ചെയ്ത ശേഷം അന്ന് അവളും അവിടെ സ്റ്റേ ചെയ്യുകയാണ് എന്ന രീതിയിൽ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങിയപ്പോൾ വണ്ടി നീ കൊണ്ടുപോയിക്കോ, നാളെ കൊണ്ടുവന്നാൽ മതിയെന്ന് പറഞ്ഞ് അവൻ അവളെ ഒഴിവാക്കാൻ നോക്കുന്നു. പക്ഷേ ഹൂഷോ സമ്മതിക്കുന്നില്ല. ഞാൻ ഇന്ന് നിൻ്റെ കൂടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവൾ വണ്ടിയിൽ നിന്നിറങ്ങി അവൻ്റെ കൂടെ ചെല്ലുന്നുണ്ട്. ഷിയോ അവിടെ വെച്ച് ഒന്നും സംസാരിക്കുന്നില്ല. പക്ഷേ അകത്ത് നിന്ന് അവൾ അവൻ്റെ ഒരു ഡ്രസ്സ് എടുത്തിടാനായി പോകുന്ന സമയത്ത് അവൻ ചെന്നിട്ട് അത് തിരികെ പിടിച്ച് വാങ്ങിയിട്ട് നിനക്ക് എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് നേരത്തെ പറഞ്ഞത് സത്യം തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്നല്ല പറഞ്ഞത്, പക്ഷേ ഇപ്പോൾ താല്പര്യമില്ലെന്നാണ് പറഞ്ഞതെന്ന് ഹൂഷ് പറഞ്ഞതോടെ അവൻ അവളെ മുറിയിൽ നിന്ന് പുറത്താക്കുന്നു. അതാണ് പ്രശ്നമെന്ന് ഹൂഷുവിന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. നിനക്ക് വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് ഹൂഷു അവനെ കുറ്റപ്പെടുത്തുന്നു. അത് കേട്ടതോടെ അതുവരെ ഡോർ ലോക്ക് ചെയ്തിട്ടില്ലായിരുന്ന ഷിയു ഡോർ കൂടി ലോക്ക് ചെയ്യുന്നുണ്ട്. ഡോറ് ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അത് തുറപ്പിക്കാനായിട്ട് ഹൂഷു പല നമ്പർ ഇറക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞത് എനിക്ക് ചേഞ്ച് ചെയ്യാൻ ഡ്രസ്സൊന്നും ഇല്ല എന്നാണ്. അവൻ്റെ ഒരു ബാത്റൂം അവിടെ കിടപ്പുണ്ടായിരുന്നു, അതെടുത്തിട്ടോളാൻ അവൻ പറയുന്നുണ്ട്. ആ നമ്പർ ഏൽക്കാതെ വന്നപ്പോൾ എന്തോ കണ്ട് പേടിച്ചതുപോലെ അവിടെ നിന്ന് ബഹളം വെച്ചിട്ട് അവൾ ഒരു ചിലന്തിയുടെ ഫോട്ടോ അവൻ അയച്ചു കൊടുക്കുന്നു. പക്ഷേ അത് ഗൂഗിളിൽ നിന്ന് തപ്പിയെടുത്ത ഫോട്ടോ ആണ് എന്ന് മനസ്സിലാക്കി ആ പേജ് സഹിതം അവൻ തിരിച്ച് അവൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അതോടെ ആ നമ്പറും ചീറ്റുന്നു. പിന്നെ പേസ്റ്റ് ഇല്ല എന്നവൾ പറയുന്നുണ്ട്. പക്ഷെ പറഞ്ഞ് സെക്കൻഡുകൾക്കകം അവിടെ ഡെലിവറി പോയി പേസ്റ്റ് കൊണ്ട് കൊടുക്കുന്നു. അങ്ങനെ ഹൂഷുവിൻ്റെ നമ്പറുകൾ ഓരോന്നായി ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഷിയു ആദ്യം നല്ല ദേഷ്യത്തിലായിരുന്നെങ്കിലും ഇവളിങ്ങനെ ഓരോ കുസൃതികളൊക്കെ കാണിക്കുന്നത് അവൻ്റെ ദേഷ്യം കുറച്ചിട്ടുണ്ട്. അവൻ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. എന്നാലും ഡോർ ഇതുവരെ തുറന്നിരുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഹൂഷു വീണ്ടും എന്തോ കണ്ട് പേടിച്ചതുപോലെ പുറത്തിരുന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഷിയു പുറത്തേക്ക് ഇറങ്ങി ചെന്ന് എന്താണെന്ന് നോക്കുന്നുണ്ട്. ടി വിയിൽ എന്തോ പ്ലേ ചെയ്തിട്ട് അത് കണ്ട് പേടിച്ചതുപോലെ അവൾ തലയിണയ്ക്ക് ഒളിച്ചിരിക്കുകയാണ്. അവളുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്ന റിമോട്ട് എടുക്കാനായി അവൻ അടുത്തേക്ക് ചെന്നപ്പോൾ അവൾ പെട്ടെന്ന് അവനെ കയറി പിടിക്കുന്നു. കാലുകൾ കൊണ്ട് ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു. അതോടെ ഷിയുവിൻ്റെ നിയന്ത്രണം വിട്ട് അവൻ ചിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ അവളുടെ അടുത്തേക്ക് ഇരിക്കുന്നു. ഹൂഷു പെട്ടെന്ന് അവൻ്റെ മടിയിൽ കയറി ഇരുന്നിട്ട് എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാവുമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവൻ പറഞ്ഞോളാൻ പെർമിഷൻ നൽകുന്നു. അങ്ങനെ അവൾ തൻ്റെ കരിയറിനെ പറ്റി പറയുന്നു. മുമ്പ് അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു കരിയറായിരുന്നല്ലോ അവൾ ചൂസ് ചെയ്തത്. അതേപോലെ ഒരു പാർട്ട്ണറെയും കണ്ടെത്തി വിവാഹം കഴിക്കാനും തീരുമാനിച്ചിരുന്നതായിരുന്നല്ലോ. ഇതൊക്കെ അവളുടെ ലൈഫിൽ സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. പക്ഷേ അതിലൊന്നും അവൾക്ക് സക്സസ് ആവാൻ പറ്റിയില്ല. ഇപ്പോൾ പുതിയതായിട്ട് ഇഷ്ടപ്പെട്ട കരിയർ ചൂസ് ചെയ്യാൻ പറ്റിയിരിക്കുകയാണ്. അപ്പോൾ ആ കരിയറിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. അതിനുള്ള സമയത്തിന് വേണ്ടിയിട്ടാണ് അവളിപ്പോൾ വിവാഹം വേണ്ട എന്നീ പറയുന്നത്.
അവൾ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിവന് അവളുടെ ആ ഒരു നിലപാട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് അവൻ എതിർപ്പൊന്നും പറയുന്നില്ല. അവളുടെ ഭാവിയിലേക്കുള്ള പ്ലാനിൽ തന്നെ കൂടി ഉൾപ്പെടുത്തിയാൽ മതിയെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഭാവിയുടെ പ്ലാനിൽ അവനെ ഉൾപ്പെടുത്തുന്നില്ല, തൻ്റെ ലൈഫിലേക്ക് തന്നെ അവനെ എഴുതി ചേർത്തിരിക്കുകയാണ് എന്ന് ഹൂഷ് പറഞ്ഞതോടെ അവൻ്റെ സകല പിണക്കവും തീർന്നു. അവൻ സന്തോഷത്തോടെ അവളെ കിസ് ചെയ്യുന്നുണ്ട്. ഇനിയെങ്കിലും ഞാൻ എൻ്റെ ഡ്രസ്സൊന്ന് ഉപയോഗിച്ചോട്ടെ എന്ന് അവൾ ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് അവൻ അവളെ പൊക്കിയെടുത്തുകൊണ്ട് അകത്തേക്ക് പോകുന്നു. അടുത്ത ദിവസം ഷോയുവാൻ അവൾക്ക് പുതിയൊരു പ്രോജക്റ്റ് നൽകുന്നു. അത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യുകയും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്താൽ അതിൻ്റെ ലീഡ് ചെയ്യാനുള്ള പെർമിഷൻ അവൾക്ക് നൽകാമെന്നും ഷോയുവാൻ ഓഫർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹൂഷു അടുത്ത ദിവസം രാവിലെ തന്നെ അതിൻ്റെ പിറകെയാണ്. വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഷിയോ അവളെ ഹെൽപ്പ് ചെയ്യാൻ ചെല്ലുന്നുണ്ടെങ്കിലും അവൻ്റെ ഹെൽപ്പ് വേണ്ട, സ്വന്തം ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് അവൾ അവനെ അത് കാണിക്കാൻ പോലും തയ്യാറാവുന്നില്ല. അവൻ കൂടുതൽ നിർബന്ധിക്കുന്നില്ല, അവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നു. അങ്ങനെ അവളെ ഡിസ്റ്റർബ് ചെയ്യാതെ അവൻ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അവൾക്ക് അത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തുകൊണ്ട് കൊടുക്കുന്നു. അതേപോലെ അവൾ താഴെ ഇരുന്നുകൊണ്ടാണ് ഇപ്പോൾ ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ചെയറും ടേബിളൊക്കെ ഉപയോഗിക്കാൻ പറഞ്ഞെങ്കിലും അത് അവൻ്റെ സൈസിലുള്ളതായതിനാൽ തനിക്കത് കംഫർട്ടബിൾ അല്ല എന്ന് ഹൂഷ് പറഞ്ഞപ്പോൾ അവൻ നിർബന്ധിക്കുന്നില്ല. പിന്നെ അവളുടെ ആ ഇരിപ്പ് കംഫർട്ടാക്കാൻ വേണ്ടിയിട്ട് അവനൊരു പില്ലോ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഷിന്നിനെ കാണിക്കുകയാണ്. അവൻ്റെ ഇതുവരെയുള്ള സാമ്രാജ്യം തന്നെ തകർന്നു പോയിരിക്കുകയാണല്ലോ, അതിൻ്റെ വിഷമത്തിലാണ് അവൻ. എന്നാലും ഷിയുവിനോട് ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച് അവൻ മെസ്സേജ് അയക്കുന്നുണ്ട്. ഹൂഷു അടുത്തിരിക്കുന്ന സമയത്താണ് ഷിയുവിന് ഈ മെസ്സേജ് കിട്ടുന്നത്. അങ്ങനെ അവൻ അവളോട് വിവരം പറയുന്നുണ്ട്. ചെല്ലാമെന്ന് സമ്മതിച്ച് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. കുട്ടിക്കാലത്ത് ഷിയുവിനെ ആദ്യം ഷിന്നിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഷിയുവിന് അവിടെ അത്ര പരിചയമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ സമയത്ത് ഷിൻ അവനോട് വളരെ സ്നേഹത്തോടെ പെരുമാറുകയും ഒരുമിച്ച് കളിക്കാൻ വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുമിച്ചിരുന്ന് കളിക്കുന്ന സമയത്ത് പോലും കളിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ ഷിയുവിന് പേടിയായിരുന്നു. പക്ഷേ അത് കുഴപ്പമില്ല, നമുക്ക് ഇനിയും ഇതൊക്കെ തുടങ്ങാവുന്നതല്ലേ എന്ന് പറഞ്ഞ് അന്ന് ഷിൻ അവന് കൂടുതൽ ധൈര്യമൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷിയുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഷിൻ ഇതിനെ പറ്റിയൊക്കെ ഓർക്കുന്നുണ്ട്. അവനാണ് ആ പറഞ്ഞ സ്ഥലത്ത് ആദ്യം എത്തിയത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഷിയും അങ്ങോട്ടേക്ക് എത്തുന്നു. അവൻ്റെ ഒപ്പം വണ്ടിയിൽ ഹൂഷുവുമുണ്ട്. പക്ഷെ അവൾ പുറത്തേക്ക് ഇറക്കുന്നില്ല, ഷിയു മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നത്. ഹൂഷുവിന് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ഷിൻ ആദ്യമേ തന്നെ തിരക്കുന്നു. അവൾ ഓക്കെ ആയെന്ന് പറഞ്ഞപ്പോൾ അവൻ ആശ്വാസമാവുന്നുണ്ട്. പിന്നെ ഷിയുവിൻ്റെ അമ്മയെ പറ്റിയും അന്വേഷിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് കമ്പനിയുടെ പേര് മാറ്റാൻ താൻ ഉദ്ദേശിക്കുന്ന വിവരം ഷിൻ അവനോട് പറഞ്ഞത്. കാരണം ഇപ്പോഴുള്ള പേരിട്ടത് ഷിയുവിൻ്റെ അച്ഛനാണ് എന്ന് അവൻ ഈ അടുത്ത സമയത്താണ് അറിഞ്ഞത്. ഇനിയും ആ പേര് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ട് പേര് ചേഞ്ച് ചെയ്യുകയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പൂർത്തിയായി കഴിയുമ്പോൾ ഇവിടം വിട്ട് പോവുകയാണ് എന്നും ഷിൻ അവനോട് പറയുന്നുണ്ട്. ഷിയു തൻ്റെ ലൈഫിലേക്ക് വന്ന ശേഷം തൻ്റെ ലൈഫ് മൊത്തത്തിൽ മാറിയതിനെ പറ്റിയും ഷിൻ പറയുന്നു. കുട്ടിക്കാലം മുതൽ എല്ലാ കാര്യങ്ങളിലും ഷിയുവാണ് മുന്നിൽ നിന്നിരുന്നത്. അവനെ തോൽപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി അന്ന് മുതലുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷേ അക്കാദമിക്കായിട്ടാണെങ്കിലും ഇപ്പോൾ കമ്പനിയുടെ കാര്യത്തിലാണെങ്കിലും പിന്നീട് ഹൂഷുവിൻ്റെ കാര്യത്തിലാണെങ്കിലും താൻ പരാജയപ്പെട്ടു പോയി എന്ന് ഷിൻ അവനോട് പറയുന്നു. ഈ ഹൂഷുവിൻ്റെ കാര്യം വന്നപ്പോൾ കുറച്ച് ഏവിലായിട്ട് അവനോട് പെരുമാറുകയും ചെയ്തല്ലോ. അതിനെല്ലാം ഷിൻ ഇപ്പോൾ അവനോട് സോറി പറയുന്നുണ്ട്. ഇനി ഒരിക്കലും ചിലപ്പോൾ നമ്മൾ തമ്മിൽ കണ്ടു എന്ന് വരില്ല എന്ന് പറഞ്ഞിട്ട് ഷിൻ അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകുന്നു. ഇങ്ങനെ പോകുന്ന സമയത്ത് ഷിൻ തൻ്റെ കൈവശം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന മുമ്പ് ഹൂഷു ഒട്ടിച്ചു കൊടുത്ത ആ ബാൻഡേജിൻ്റെ ബോക്സ് എടുത്ത് തുറന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് സന്തോഷത്തോടെ തന്നെ അത് കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവൻ പോയത്. ഷിയു തിരികെ വണ്ടിയിൽ ചെന്ന് കയറുന്നു. അവനും ഇങ്ങനെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് അവൻ പിരിഞ്ഞു പോകുന്നതിൻ്റെ വിഷമമൊക്കെ ഉണ്ട്. അത് മനസ്സിലാക്കി ഹൂഷു അവനെ ഒന്ന് ആശ്വസിപ്പിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു ഡേറ്റിന് പോയാലോ എന്ന് ഷിയു ചോദിക്കുന്നത്. പക്ഷേ അവൾക്ക് ആ പുതിയ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതിൻ്റെ ഇൻസ്പിറേഷനും ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി അവൾ കുറച്ച് ആശങ്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻസ്പിറേഷൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഷിയു അവളെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അവിടെ വെച്ചാണ് അടുത്ത ആഴ്ചയാണ് അമ്മയ്ക്കൊപ്പം വിദേശത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ള കാര്യം അവൻ പറഞ്ഞത്. താൻ പോയി കഴിഞ്ഞാലും തൻ്റെ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്താൽ മതി, വണ്ടി അവളുടെ ഉപയോഗത്തിനായി വിട്ടുകൊടുക്കാം. അതൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് ഓഫീസിലേക്ക് പോകാനും വരാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് അവൻ പറയുന്നു. അവളത് സമ്മതിക്കുന്നുണ്ട്. തന്നെ മിസ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അതിനൊട്ടും സാധ്യതയില്ല, ഒരു വലിയ ബെഡ് എനിക്ക് സ്വന്തമായിട്ട് കിട്ടുകയല്ലേ, ഞാനത് സന്തോഷത്തോടെ ഉപയോഗിക്കും എന്നൊക്കെയാണ് ഹൂഷി പറഞ്ഞത്. പിന്നെ തൻ്റെ പ്ലാന്റ്സിനെ കെയർ ചെയ്യുന്ന കാര്യം അവൻ പറഞ്ഞപ്പോൾ നിൻ്റെ ഗാർഡനറായിട്ടാണോ എന്നെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ പോകുന്നതെന്ന് അവൾ ചോദിക്കുന്നു. അവൻ അവിടെ പോയാലും വേറെ പെൺപിള്ളേരെയൊന്നും വായി നോക്കാൻ പാടില്ല എന്നൊരു കണ്ടീഷനും അവൾ വയ്ക്കുന്നുണ്ട്. അവിടെ തന്നെ മറ്റൊരു ഏരിയയിൽ കുറച്ച് തൂണുകളൊക്കെ നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു. അവിടെയാണ് ഷിയു അവൾക്ക് ഇൻസ്പിറേഷൻ കിട്ടാനായിട്ട് കൊണ്ടുപോയത്. അതിൻ്റെ കൺസ്ട്രക്ഷനെ പറ്റി അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നു. അതിനുശേഷം അവൻ കുറച്ച് ഡ്രിങ്ക്സ് എന്താ വാങ്ങാൻ പോയ സമയത്ത് ഹൂഷു കുറച്ച് കല്ലും കമ്പും ഒക്കെ പെറുക്കി വെച്ചിട്ട് അവിടെ ഗ്രൗണ്ടിൽ തന്നെ ഒരു ഡിസൈനൊക്കെ റെഡിയാക്കുന്നുണ്ട്. അവൻ തിരിച്ചു വന്നപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. അതുകൊണ്ട് തികയാതെ വന്നത് അവൻ്റെ കയ്യിലാണ് അവൾ വരച്ച് കാണിച്ചു കൊടുത്തത്. അങ്ങനെ വരച്ച് അങ്ങനെ നെഞ്ചത്ത് വരെ എത്തുന്നുണ്ട്. അത്രയായപ്പോഴേക്കും ഷിയുവിൻ്റെ കൺട്രോൾ ചെറുതായി പോയി തുടങ്ങുന്നു. അവൻ കിസ് ചെയ്യാനായി മുന്നോട്ട് ചെല്ലുന്നുണ്ടെങ്കിലും അവൾ സമ്മതിക്കുന്നില്ല. പിന്നെ രണ്ടുപേരും കൂടി കുറേ സമയം എൻജോയ് ചെയ്ത ശേഷമാണ് തിരികെ പോയത്. അധികം വൈകാതെ ഷിയുവിന് വിദേശത്തേക്ക് പോകാനുള്ള ദിവസമാവുന്നു. ഹൂഷു ഓഫീസിലായിരിക്കുന്ന സമയത്താണ് അവൻ യാത്ര പറഞ്ഞിറങ്ങിയത്. അതുകൊണ്ട് തന്നെ അവൾ അതിൻ്റെ വിഷമത്തിലാണ്. അടുത്ത് വേറെ സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൾക്ക് മാത്രമായിട്ട് അവനോട് യാത്ര പറയാനൊന്നും പറ്റുന്നില്ല. അവൻ വണ്ടിയും എടുത്ത് പോയ ശേഷവും അവൾ അവിടെ തന്നെ വിഷമിച്ച് നിന്നതേ ഉള്ളൂ. പക്ഷേ
അല്പസമയത്തിനുള്ളിൽ തന്നെ അവൻ തിരികെ എത്തി വണ്ടിയുടെ ഗ്ലാസ് താഴ്ത്തിയിട്ട് അവളെ അടുത്തേക്ക് പിടിച്ച് നല്ല ഓണം കിസ് ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നെ ശരിക്കും മിസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് അവൻ വിടുന്നത്. പക്ഷെ അപ്പോൾ ഹൂഷു അവനെ ചേർത്ത് പിടിച്ച് വീണ്ടും കിസ് ചെയ്യാൻ തുടങ്ങുന്നു. ഇങ്ങനെ കിസ്സിങ് കുറേ നേരം പോകുന്നുണ്ടെങ്കിലും എന്തായാലും ഫ്ലൈറ്റൊന്നും മിസ്സായില്ല. അവൻ കറക്റ്റ് ടൈമിൽ തന്നെ പോകുന്നു. അന്ന് വൈകിട്ട് ഹൂഷു തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവൾക്ക് വല്ലാത്തൊരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്നു. പിന്നെ അവൻ്റെ ആ സ്റ്റഡി റൂമിൽ ചെന്നപ്പോൾ അവിടെ അവൾക്ക് പറ്റിയ ഒരു ചെയറും ടേബിളുമൊക്കെ അവൻ വാങ്ങിയിട്ടിരിക്കുന്ന അവൾ കാണുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടായിരുന്നു അവൻ ഇത്ര ധൃതി പിടിച്ച് നേരത്തെ തന്നെ പോകുന്നതെന്ന് അവൾക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്തായാലും പിന്നീടുള്ള ദിവസങ്ങൾ അവൾ ജോലിയുടെ തിരക്കിലായിരുന്നു. അങ്ങനെ 1 മാസം കഴിഞ്ഞിരിക്കുന്നു. ഷിയു ഇങ്ങനെ പോയ ശേഷവും ഹൂഷുവിന് സാവോയുടെ ഷോപ്പിലേക്ക് പോകാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സാവോ അവളെ വിളിക്കുന്നുണ്ട്. അവളിപ്പോൾ പുതിയൊരു ഷോപ്പും അതിനടുത്ത് തന്നെ ഗോങ്ങിനുള്ള ഗെയിം സെൻറ്ററും ഒക്കെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം സെർച്ച് ചെയ്ത് പോയിരിക്കുകയാണ്. ഗോങ് അവൾക്കൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഹൂഷു ഒന്ന് അത്ഭുതപ്പെടുന്നു. പക്ഷെ കൂടുതൽ അതിനെപ്പറ്റിയൊന്നും പറയാതെ സാവോ പെട്ടെന്ന് ഫോൺ വെക്കുന്നുണ്ട്. ഗോങ് ഈ സമയം ആ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റുമായിട്ട് ആ ഏരിയയെ പറ്റിയൊക്കെ സംസാരിച്ച് നിൽക്കുകയാണ്. അവനാ കണ്ട സ്ഥലം ഇഷ്ടപ്പെട്ടു, അതെടുത്താൽ കൊള്ളാവുന്നുണ്ട്. അവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ ഉത്തരം എന്താണെന്ന് ഏജൻറ്റ് ചോദിച്ചപ്പോൾ സാവു പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് ചെന്ന് അയാൾ പറഞ്ഞത് ശരിയാണ് എന്നുള്ള രീതിയിൽ, അവൻ്റെ ഗേൾ ഫ്രണ്ടാണ് എന്നുള്ള രീതിയിൽ അവൻ്റെ കയ്യിൽ പിടിച്ച് ആ ഏരിയ ഒട്ടും കൊള്ളില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറേ കുറ്റം പറയുന്നുണ്ട്. റേറ്റാണ് പ്രശ്നമെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ റേറ്റ് കുറച്ച് കൊടുക്കാമെന്ന് അയാൾ അവസാനം സമ്മതിക്കുന്നുണ്ട്. സാവോയുടെ ആ നമ്പർ ഏറ്റതിൽ ഗോങ്ങിനും സന്തോഷമാവുന്നുണ്ട്. സാവോ ഓൾറെഡി അവിടെ കഫേക്ക് സ്പേസ് കണ്ടെത്തിയിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ടാണ് ഇത്ര കാര്യമായിട്ട് ഈ ഡീൽ ഉറപ്പിക്കാൻ ഹെൽപ്പ് ചെയ്തത്. അവൻ എപ്പോഴും നെയ്ബറായിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അതങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ സാവോ അവനോട് ഈ സമയത്ത് പറയുന്നു. അവനെ ഇഷ്ടമാണ് എന്നുള്ള ഇൻഡയറക്റ്റ് സൂചനയാണ് അവൾ നൽകിയത്. ഗോങ്ങിന് അല്ലെങ്കിൽ തന്നെ അവളോടൊരു താല്പര്യം ഉണ്ടായിരുന്നല്ലോ. പിന്നെ അവളും കൂടി ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൻ ശരിക്കും ഹാപ്പി ആവുന്നുണ്ട്. പിന്നെ അവരുടെ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ആവുന്നതിനെ പറ്റിയൊന്നും കൂടുതൽ കാണിക്കുന്നില്ല. ഹൂഷുവിന് നൽകിയ ആ പ്രോജക്റ്റ് ഫൈനൽ സ്റ്റേജിലെത്തിയിരിക്കുകയാണ്. അതിപ്പോൾ അവൾ ഓഫീസിൽ സ്റ്റാഫിൻ്റെ ഒക്കെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നു. ഷോവിമാൻ അത് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അടുത്ത ദിവസം ക്ലയൻറ്റിൻ്റെ മുന്നിൽ അത് പ്രസൻറ്റ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ ടെൻഷനിലാണ് ഹൂഷു. പക്ഷേ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, കാര്യങ്ങളെല്ലാം ഓക്കെ ആവും എന്നൊക്കെ പറഞ്ഞ് ഷോയുൻ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. റിലാക്സ് ചെയ്യാനായി കുറച്ച് നേരം പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഈ സമയത്ത് ഷിയു അവിടെയുള്ള സ്റ്റാഫിന് ട്രീറ്റ് നടത്തുന്നുണ്ട്. അവനാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഹൂഷു ഫോണിൽ അവനുമായി ചാറ്റ് ചെയ്യുന്നുമുണ്ട്. അങ്ങനെയാണ് ആ കൊടുത്തുവിട്ട സാധനങ്ങളുടെ കൂട്ടത്തിൽ അവൾക്കും ഒരു ബോക്സ് ഉണ്ട് എന്ന് അവൾ അറിയുന്നത്. അവൾ നോക്കിയപ്പോഴേക്കും സുൻ അതെടുത്ത് കഴിഞ്ഞിരുന്നു. അവൾ വേഗം ചെന്ന് തനിക്ക് പിങ്ക് കളറാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് അത് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയി തുറന്ന് നോക്കുന്നുണ്ട്. അതിൽ ഹേർട്ട് ഷേപ്പിലുള്ള ഒരു ഡെസേർട്ടാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ ഹൂഷുവിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഷിയു അടുത്തില്ലാത്തതിൻ്റെ വിഷമം അവൾക്ക് നന്നായിട്ടുണ്ട്. അന്ന് രാത്രി അവൻ വീഡിയോ കോൾ ചെയ്ത സമയത്ത് അവളെ കാര്യം തുറന്ന് പറയുന്നു. കരഞ്ഞുകൊണ്ടാണ് അവളത് പറഞ്ഞത്. അവനെ ഇത്രയധികം മിസ് ചെയ്യുമെന്ന് അവളൊട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. അവൻ പോയി കഴിഞ്ഞാൽ ആ വലിയ ബെഡ് തനിക്ക് സ്വന്തമായിട്ട് കിട്ടും എന്നൊക്കെ വലിയ കാര്യത്തെ പറഞ്ഞെങ്കിലും ഇപ്പോൾ ആ ബെഡ് വളരെ വലുതാണെന്ന് തോന്നിപ്പോവുകയാണ്. അവൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നീ എൻ്റെ ലൈഫിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് എന്നൊക്കെ അവൾ അന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു. അവളുടെ ഈ സംസാരം ഷിയുവിനെയും വിഷമിപ്പിക്കുന്നുണ്ട്. എന്നാലും നല്ല രീതിയിൽ അവൾക്ക് നാളെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവൻ വയ്ക്കുന്നു. അടുത്ത ദിവസം ഹൂഷു ക്ലയൻറ്റിന് മുന്നിൽ ആ പ്രോജക്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലാണ് അവൾ പ്രസൻറ്റ് ചെയ്തത്. വളരെ നല്ല പ്രോജക്റ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലയൻറ്റിന് അത് ഇഷ്ടപ്പെടുന്നു. അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകാമെന്ന് അവർ ഡീൽ ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ സന്തോഷത്തോടെയാണ് അവൾ അവരുടെ ആ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ആ സമയത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഷിയു അവളെ വിളിക്കുകയും ചെയ്യുന്നു. അവൻ സംസാരിച്ചപ്പോൾ അവൻ നിൽക്കുന്ന സ്ഥലത്ത് മഴ പെയ്യുന്നുണ്ട് എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അവൾ അതിനെപ്പറ്റി ചോദിക്കുന്നു. അപ്പോഴാണ് നാട്ടിലെത്തിയിട്ടുണ്ട്, അവിടെ ഉണ്ട് എന്ന് അവൻ പറയുന്നത്. പുറത്ത് എവിടെയോ തന്നെ അവൻ ഉണ്ട് എന്ന് പറഞ്ഞ ഹൂഷു അവനെ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. പക്ഷെ കുറേ തിരിഞ്ഞിട്ടും അവൾക്ക് അവനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുമ്പോൾ അവൻ അവളുടെ കുടക്കീഴിലേക്ക് ഓടി വന്ന് കയറുന്നുണ്ട്. തലേ ദിവസം രാത്രി അവളുടെ വിഷമവും കരച്ചിലും ഒക്കെ കണ്ട് അവൻ അപ്പോൾ തന്നെ പുറപ്പെട്ടു പോകുന്നതാണ്. അറിഞ്ഞപ്പോൾ ഹൂഷുവിന് സന്തോഷമാവുന്നു. സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഇന്നത്തെ 1 മാസമായിട്ട് പ്രോജക്റ്റിൻ്റെ പുറകെയൊക്കെ ആയിരുന്നത് കൊണ്ട് ഹൂഷു നല്ല ടയേർഡായിരുന്നു. പിന്നെ അവൻ വന്നതിൻ്റെ സന്തോഷവും ഒക്കെ കൊണ്ട് അടുത്ത ദിവസമൊക്കെ അവൾ ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അതും ഷിയു നിർബന്ധിച്ച് അവളെ എഴുന്നേൽപ്പിച്ച് ബ്രഷൊക്കെ എടുത്ത് കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ബാത്റൂമിൽ കൊണ്ട് നിർത്തുന്നു. പക്ഷെ അവൻ പുറത്തേക്ക് പോയിട്ട് തിരികെ വന്നപ്പോഴും അവൾ ആ ബ്രഷും വായിൽ വെച്ചുകൊണ്ട് കൊച്ചുകുട്ടികളെ പോലെ അവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ആ വീണ്ടും നിർബന്ധിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തിയാണ് പല്ലൊക്കെ തേപ്പിച്ചത്. പിന്നെ അവൾ ഫ്രഷായി വന്ന് പോവാൻ തയ്യാറെടുക്കുമ്പോഴാണ് പുറത്തെവിടെ ഒരു പൂച്ചയുടെ ശബ്ദം കേട്ടത്. അങ്ങനെ നിന്ന് നോക്കിയപ്പോൾ അവരുടെ റൂമിന് പുറത്തായിട്ട് തന്നെ ഒരു പൂച്ചക്കുട്ടി നിൽക്കുന്നത് കാണുന്നു. അവൾ അതിനെ എടുത്ത് അകത്തേക്ക് കൊണ്ടുചെല്ലുന്നുണ്ട്. താഴെ സെക്യൂരിറ്റിയോട് അന്വേഷിച്ചപ്പോൾ ഏതോ സ്ട്രേ ക്യാറ്റാണ് എന്നറിയുന്നു. അങ്ങനെ അതിനെ അഡോപ്റ്റ് ചെയ്യാമെന്ന് ഹൂഷു പറയുന്നുണ്ട്. ഷീവിന് അതിന് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൻ അതിനോട് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഒന്നും കാണിക്കുന്നില്ല. അവൻ ഇന്നവരുടെ ലൈഫിൽ ഒരു പെറ്റിനെയും വളർത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഗ്യാപ്പെന്ന് അവൻ പറയുന്നു. അത് സാരമില്ല, ഇനിയിപ്പോൾ ശീലമായിക്കോളും എന്നൊക്കെ പറഞ്ഞ് ഹൂഷു അതിനെ അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് രണ്ടുപേരും കൂടി അതിനെ കളിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ രണ്ടുപേരും കൂടി ഓഫീസിലേക്ക് പോകുന്നു. അവിടെ ഹൂഷുവിൻ്റെ ആ പ്രോജക്റ്റ് സക്സസ് ആയതിൻ്റെ സെലിബ്രേഷനൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും അവളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. വൈകിട്ട് അതിൻ്റെ ഒരു പാർട്ടി
കൂടുന്നതിനെ പറ്റി എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട്. അവൾ സമ്മതിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഓഫീസ് കഴിഞ്ഞ് പോകാൻ നേരം ബാക്കി എല്ലാവരും മുന്നേ പാർട്ടിക്ക് പോകുന്നുണ്ടെങ്കിലും ഷിയു അവളെ അതിന് വിടാതെ അവളെയും കൊണ്ട് ഒളിച്ച് വണ്ടിക്കുള്ളിൽ പോയി കയറുന്നു. പാർട്ടി നടത്താനുള്ള പേയ്മെൻ്റൊക്കെ ഓൾറെഡി നൽകിയിട്ടുണ്ട്. അവരതൊക്കെ അറേഞ്ച് ചെയ്തോളും. നമുക്ക് മറ്റൊരു സ്ഥലം വരെ പോകാനുണ്ട് എന്ന് പറഞ്ഞ് അവൻ അവളെ വേറെ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അവൻ തന്നെ ഡിസൈൻ ചെയ്ത ഒരു ബിൽഡിങ്ങിൻ്റെ റൂഫ് ടോപ്പിലേക്കാണ് അവളെ കൂട്ടിക്കൊണ്ട് പോയത്. അവിടെ അവന് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കാര്യത്തിന് വേണ്ടി ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ അവളെയും കൂടി കൊണ്ടുവന്നതാണ്. അവിടെ നിന്നുള്ള വ്യൂ വളരെ മനോഹരമായിരുന്നു. അതെപ്പോഴും അങ്ങനെ കിട്ടുന്നതല്ലല്ലോ. അതുകൊണ്ടാണ് അവൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നത്. ഹൂഷുവിനത് ശരിക്കും ഇഷ്ടപ്പെടുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവൾക്ക് രാത്രിയായിട്ടും അവിടെ നിന്ന് പോകാൻ മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവനെ പറഞ്ഞിട്ട് കുറച്ച് സ്നാക്സും വൈനും ഒക്കെ വാങ്ങിപ്പിച്ചിട്ട് അവർ അവിടെ ഇരുന്ന് തന്നെ അത് കഴിക്കാൻ തുടങ്ങുന്നു. ഹൂഷ് വിചാരിച്ചിരിക്കുന്നത് ഇന്നൊരു ദിവസം മാത്രമാണ് അവിടെ കയറാനുള്ള പെർമിഷൻ ഉള്ളത് എന്നാണ്. പക്ഷേ അതിൻ്റെ ആർക്കിടെക്റ്റ് അവൻ ആയതുകൊണ്ട് തന്നെ അവൻ ഏത് സമയം വേണമെങ്കിലും അവിടെ കയറാനുള്ള പെർമിഷൻ ഉണ്ട് എന്ന് പിന്നീടാണ് അവൾ അറിയുന്നത്. എന്തായാലും കുറേ സമയം രണ്ടുപേരും കൂടി ശരിക്കും അവിടെ എൻജോയ് ചെയ്യുന്നു. പിന്നെ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ലൈഫ് അവർ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് ലവ് ബിറ്റ്വീൻ ലൈൻസ് എന്ന ഈ ഡ്രാമ അവസാനിക്കുകയാണ്. ഡ്രാമ ഇഷ്ടമായെങ്കിൽ അതിനെക്കുറിച്ചുള്ള കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ പുതിയതായി കാണാൻ ആഗ്രഹിക്കുന്ന ഡ്രാമകളും കമൻറ്റ് ചെയ്യുക. എല്ലാം ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യുന്ന ഡ്രാമ നമുക്ക് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.